അസ്സലാമു അലൈക്കും പ്രിയപ്പെട്ട വിദ്യാർത്ഥിനികളെ. മോഡേൺ അറബിക് ചാപ്റ്ററിൽ ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് സെൽഫ് ഇൻട്രൊഡക്ഷൻ ഇൻ അറബിക്കാണ്. അറബിയിൽ സെൽഫായിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന ചാപ്റ്റർ. സെൽഫ് ഇൻട്രൊഡക്ഷൻ ചാപ്റ്ററിൽ നമ്മൾ പ്രധാനമായിട്ടും പഠിക്കുന്ന 5 മേജർ ഏരിയകൾ. ഒന്ന് നമ്മുടെ പേര് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്, പിന്നെ നമ്മുടെ വയസ്സ് പറയുന്നത്, അതുപോലെ നമ്മുടെ നാഷണാലിറ്റിയെക്കുറിച്ച് സംസാരിക്കുന്നത്, നമ്മുടെ ഓക്കുപേഷനെ കുറിച്ച്, നമ്മുടെ ജോലിയെക്കുറിച്ച് സംസാരിക്കുന്നത്. ഇത് മേജറായിട്ട് പഠിപ്പിക്കുന്നത് ഈ 4 ഏരിയകളാണ്. പിന്നീട് നമുക്ക് സെൽഫ് ഇൻട്രൊഡക്ഷന് വേണ്ടിയിട്ടുള്ള എക്സ്ട്രാ ഫ്രേസസുകളും ഇതിൽ കൊടുത്തിട്ടുണ്ട്. ആദ്യമായിട്ട് നമ്മുടെ പേര്, നിങ്ങളുടെ പേര് എങ്ങനെ ഇൻട്രൊഡ്യൂസ് ചെയ്യാം എന്നാണ് പറയുന്നത്. അപ്പോൾ ഒരാളുടെ പേര് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മസ്മുഖ് അല്ലെങ്കിൽ മസ്മുഖി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ പേര് പറയണം. ഇസ്മി അഹ്മദ്, എൻ്റെ പേര് അഹ്മദ് എന്നാണ്. അല്ലെങ്കിൽ ഇസ്മി ഫാത്തിമ, അന മുഹമ്മദ്, ഇങ്ങനെയും പറയാം. അന മുഹമ്മദ്, അന ലൈല എന്ന് പറയാം. ഇസ്മി യൂസുഫ്, ഇനി നമ്മൾ തിരിച്ചങ്ങോട്ട് ചോദിക്കണം. അപ്പോൾ എന്താ പറയുക? ഇസ്മി യൂസുഫ് വ അൻത. മസ്മുഖ്. ഇസ്മി ഖാലിദ് മിൻ ഫദ്ലിക്. മിൻ ഫദ്ലിക് എന്ന് പറഞ്ഞാൽ പ്ലീസ് എന്നുള്ള അർത്ഥമാണ് മസ്മുഖ്. ഇപ്പം ഇസ്മി യൂസുഫ് വ അൻത്. ഇസ്മി യൂസുഫ്, എൻ്റെ പേര് യൂസുഫ് എന്നാണ്. നിൻ്റെ പേരെന്താണ്? വ അൻത. ഇസ്മി, മൈ നെയിം ഈസ് യൂസുഫ് ആൻഡ് യു, നിങ്ങളുടേതോ എന്ന് ചോദിക്കാൻ വ അൻത് എന്നാണ് ചോദിക്കുക. അപ്പോൾ ഒരു പെണ്ണാണ് പറയുന്നതെങ്കിൽ ഇസ്മി ലൈല വ അൻതി. ഒരു പെണ്ണിനോട് പെണ്ണ് പറയുകയാണെങ്കിൽ വ അൻതി എന്ന് പറയും. മിൻ ഫദ്ലിക് എന്നുള്ളത് പ്ലീസ്, ദയവായി പറയൂ എന്നുള്ള പറയുന്ന അർത്ഥം ഉള്ള പദമാണ് മിൻ ഫദ്ലിക് എന്ന് പറഞ്ഞാൽ പ്ലീസ് എന്നാണ് അർത്ഥം. ഇനി അടുത്തത് വയസ്സിനെ കുറിച്ച് പറയാണ്. ടെല്ലിങ് ഏജ്, സംസാരിക്കുകയാണ് വയസ്സിനെ കുറിച്ച്. അതെങ്ങനെയാണ്? കം ഉംറുക്ക് എന്ന് ചോദിച്ചാൽ നിങ്ങളുടെ വയസ്സ് എത്രയാണ്, അല്ലെങ്കിൽ കം ഉംറുക്കി, നിങ്ങളുടെ വയസ്സ് എത്രയാണ് ഒരു ലേഡിയോട് ചോദിക്കുകയാണെങ്കിൽ എന്താണ് അതിന് മറുപടി പറയുക? ഉംരി 25 സന, എൻ്റെ വയസ്സ് 25 വർഷമാണ്. ഐ ആം 25 years old എന്ന് പറയും. ഇംഗ്ലീഷിൽ ഓൾഡ് എന്നാണ് പറയുക. ഹൗ ഓൾഡ് ആർ യു? കം ഉംറുക്ക് അല്ലെങ്കിൽ കം ഉംറുക്കി. ഇനി അതിന് പല രൂപത്തിലും അർത്ഥങ്ങൾ, അതായത് ഉത്തരങ്ങൾ, റിപ്ലൈകൾ ലഭിക്കാം. ഞാൻ ഉംരി 25 സന അങ്ങനെ പറയാം. അല്ലെങ്കിൽ അനഫി സലാസീന മിൻ ഉംരി, ഞാൻ 30 വയസ്സുള്ള ആളാണ്. അല്ലെങ്കിൽ ഞാൻ ഫി സലാസീന 30ലാണ് മിൻ ഉംരി, എൻ്റെ വയസ്സിൽ നിന്ന് എന്ന അർത്ഥം വെക്കേണ്ടതില്ല. ഇതിൻ്റെ അർത്ഥം എന്താണ്? ഐ ആം 25 years old അല്ലെങ്കിൽ ഐ ആം 30 years old എന്ന് പറയുന്നത് പോലെയുള്ള സെയിം പദം തന്നെയാണത്, വ്യത്യാസമൊന്നുമില്ല. പക്ഷേ നമ്മൾ പറയുന്നത് അതിൻ്റെ മറ്റൊരു രൂപത്തിലാണെന്ന് മാത്രം. അതിന് അർത്ഥം വെക്കേണ്ടത് ജസ്റ്റ് നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഐ ആം 25 അല്ലെങ്കിൽ ഐ ആം 30 years old എന്ന് മാത്രമാണ്. ഐ ആം ഇൻ മൈ 30s എന്ന് ഇംഗ്ലീഷിൽ പറയും. മലയാളത്തിൽ നമ്മൾ പറയുമ്പോൾ ജസ്റ്റ് എനിക്ക് 25 വയസ്സാണ് അല്ലെങ്കിൽ എനിക്ക് 30 വയസ്സാണ് എന്ന് പറയേണ്ടുള്ളൂ. ഇനി ഞാൻ നിങ്ങളെക്കാൾ വയസ്സ് കുറഞ്ഞ ആളാണ് അല്ലെങ്കിൽ നിങ്ങളെക്കാൾ വയസ്സ് കൂടിയ ആളാണ്, ഇതെങ്ങനെ പറയും? അന അസ്ഗറു മിൻക, നിങ്ങളെക്കാൾ. മിൻ എന്നുള്ളതിന് ഒരുപാട് അർത്ഥങ്ങളുണ്ട്. മിൻ എന്നുള്ളതിന് ഇവിടെ അർത്ഥം ദാൻ, നേക്കാൾ എന്നുള്ള അർത്ഥമാണ്. അപ്പോൾ അന അസ്ഗറു മിൻക, പെണ്ണിനോടാണ് പറയുന്നുണ്ടെങ്കിൽ അന അസ്ഗറു മിൻകി, നിന്നേക്കാൾ ഞാൻ ചെറുപ്പമാണ്. അന അസ്ഗറു, ഞാൻ ചെറുപ്പക്കാരിയാണ് അല്ലെങ്കിൽ ചെറുപ്പക്കാരനാണ്. മിൻക, നിന്നേക്കാൾ. ഐ ആം യങ്ങർ ദാൻ യു. ഇനി ഞാൻ നിങ്ങളെക്കാൾ പ്രായമുള്ള ആളാണ് എന്നാണെങ്കിലോ അന അക്ബറു മിൻകി, രണ്ടും പറയാം. ഐ ആം ഓൾഡർ ദാൻ യു, ആണിനോടാവുമ്പോൾ മിൻക എന്നും പെണ്ണിനോടാവുമ്പോൾ മിൻകി എന്നും. ഇനി ഞാൻ 30കളിലാണ് അല്ലെങ്കിൽ 30ൻ്റെ ആ ഏജിലാണ് ഞാൻ ഉള്ളത് എന്നാണെങ്കിൽ, അല്ലെങ്കിൽ 20ലാണ് ആ ഏജിലുള്ളതാണെങ്കിൽ, അങ്ങനെയൊക്കെയാണെങ്കിൽ അനഫി സലാസീനിയാത്ത്, അനഫിൽ ഇശ്രീനിയാത്ത് അങ്ങനെ പറയും. ഓക്കെ. ഇനി മറ്റൊരു രൂപമാണ് ഹുവ യബ്ലുഗു മിനൽ ഉംരി, അവൻക്ക് ഇത്ര വയസ്സുണ്ട് എന്ന് പറയാൻ വേണ്ടിയിട്ട് ഇങ്ങനെയും പറയും. പല മോഡലുകളാണ്. ഒന്ന് നേരത്തെ പറഞ്ഞു ഉംരി എന്ന് പറയാം, അല്ലെങ്കിൽ അനഫി സലാസീന എന്ന് പറയാം, അങ്ങനെ പറയാം. അതുപോലെ മറ്റൊരു ഫോമാണ് ഹുവ യബ്ലുഗു അല്ലെങ്കിൽ ഹിയത്ത ബുലുഗു, രണ്ടു പറയാം. പെണ്ണിൻ്റെ ആവുമ്പോൾ ഹിയത്ത ബുലുഗു എന്ന്, ആണിനാണെങ്കിൽ ഹുവ യബ്ലുഗു മിനൽ ഉംരി, പിന്നീട് എത്രയാണോ വയസ്സ് അത് കൊടുക്കുക. 14 സന അല്ലെങ്കിൽ 35 സന, ഇംഗ്ലീഷിലാണ് പറയുന്നത് മാത്രം. നമ്പേഴ്സ് പറയുന്ന സമയത്ത് അത് എങ്ങനെയാണ് നമ്പേഴ്സ് കൃത്യമായിട്ട് പറയേണ്ടതെന്ന് വ്യക്തമായിട്ട് നമ്മൾ പറഞ്ഞു തരും. ഓക്കെ. അപ്പോൾ ഈ 3 രൂപങ്ങൾ നമുക്ക് ഇതിൽ യൂസ് ചെയ്യാം. ഉംരി എന്ന് പറയാം, അല്ലെങ്കിൽ അനഫി സലാസീന, അങ്ങനെ അനഫിൽ അർബഈന, അനഫിൽ ഖംസീന അങ്ങനെ പറയാം. അല്ലെങ്കിൽ ഹുവ യബ്ലുഗു മിനൽ ഉംരി, ഹിയ തബ്ലുഗു മിനൽ ഉംരി, ഇങ്ങനെ പറയാം. ഇനി നമ്മൾ നമ്മുടെ നേഷനെ കുറിച്ച് പറയുകയാണ്, നമ്മുടെ രാജ്യത്തെക്കുറിച്ച് പറയുകയാണ്. അപ്പോൾ എങ്ങനെയാണ് പറയുക? വെർ ആർ യു ഫ്രം എന്ന് ചോദിക്കുകയാണ്. മിൻ ഐന അൻത് എന്ന് ചോദിക്കുകയാണ്. അതിനെന്താണ് മറുപടി പറയുക?
അനമിനൽ ഹിന്ദ്, ഐ ആം ഫ്രം ഇന്ത്യ, ഞാൻ ഇന്ത്യക്കാരനാണ്. അനമിൻ മിസ്ര, ഞാൻ മിസ്രിൽ നിന്നാണ്, ഞാൻ ഐ ആം ഫ്രം ഈജിപ്ത് എന്നർത്ഥം. ഇനി അനമിന സൗദിയ, ഐ ആം ഫ്രം സൗദി അറേബ്യ. ഇനി ഞാൻ അമേരിക്കയിൽ നിന്നാണെങ്കിൽ അനമിൻ അമരീക്ക. മിൻ ഐന അൻത എന്നാണ് ചോദ്യം. അപ്പോൾ അതിന് ഇങ്ങനെയൊക്കെ മറുപടി പറയാം, അനമിനൽ ഇമാറാത്ത്. ഇനി നിങ്ങളോ എന്ന് ചോദിക്കുകയാണെങ്കിൽ അനമിനൽ ഇമാറാത്ത് ഓ ആൻസ്. ഇനി ഞാൻ ജോർദാനിൽ നിന്നാണ് എന്നുള്ളതിന് അനമിനൽ ഉർദുൻ. ഞാൻ പാകിസ്ഥാനിൽ നിന്നാണെങ്കിലോ അനമിൻ പാകിസ്ഥാൻ. അങ്ങനെ ഓരോ രാജ്യങ്ങളുടെയും പേരുകൾ വ്യത്യസ്തമായി നമ്മൾ പഠിക്കണം. ഇനി ഞാൻ മൊറോക്കോയിൽ നിന്നാണ്, അനമിനൽ മഗ്രിബ്. പക്ഷേ വലാക്കിൻ ഐഷു ഫി ഫ്രാൻസ, ഞാൻ ഫ്രാൻസിലാണ് ഇപ്പോൾ ജീവിക്കുന്നത്, ബട്ട് ഐ ലീവ് ഇൻ ഫ്രാൻസ്. ഇനി ഞാൻ ഇറാഖിൽ നിന്നാണ്, പക്ഷേ ഞാൻ വർക്ക് ചെയ്യുന്നത് ഖത്തറിലാണ്, അനമിനൽ ഇറാഖ് വലാക്കിൻ ആമലു ഫി ഖത്തർ. ഓക്കെ, അപ്പോൾ നമ്മുടെ രാജ്യത്തെക്കുറിച്ച് ചോദിക്കുകയാണെങ്കിൽ അനമിൻ അങ്ങനെ പറഞ്ഞാൽ മതി. അനമിൻ ഹിന്ദ്, അനമിൻ മിസ്ർ ഇങ്ങനെ പറയാം. ഇനി നമ്മുടെ ജോലിയെക്കുറിച്ച് സംസാരിക്കുകയാണ്. ടോക്കിംഗ് അബൌട്ട് ഒക്കുപേഷൻ, നമ്മുടെ ജോലി. അപ്പോൾ ത്വാലിബുൻ, ഞാൻ ജോലി ചെയ്യുന്ന ആളല്ല, ഞാൻ വിദ്യാർത്ഥിയാണ്. ഐ ആം എ സ്റ്റുഡൻറ്റ്. ഇനി ഞാൻ ഒരു പെണ്ണാണ് പറയുന്നതെങ്കിൽ ത്വാലിബ, ഐ ആം എ സ്റ്റുഡൻറ്റ്, ഫീമെയിൽ സ്റ്റുഡൻ്റ് ആണെങ്കിൽ. ഇനി പഠിപ്പിക്കുന്ന ആളാണെങ്കിൽ മുഅല്ലിമുൻ, മുഅല്ലിമ. ത്വബീബത്തുൻ, ഞാനൊരു ഡോക്ടറാണ്, ഫീമെയിൽ ഡോക്ടറാണ്. ഞാൻ എൻജിനീയറാണ്, മുഹന്ദിസുൻ. അല്ലെങ്കിൽ ഇങ്ങനെയും പറയാം, മുവല്ലിഫുൻ ഫീ ശരിക്കത്തി, ഏതാണ് കമ്പനിയുടെ പേരും കൊടുക്കുക. ഞാൻ ഒരു എംപ്ലോയി ആണ്, മുവല്ലിഫുൻ, ഞാനൊരു തൊഴിലാളിയാണ്, ഫീ ശരിക്കത്തി കമ്പനിയിൽ. ഏതാ കമ്പനി എന്നുള്ളത് വേണമെങ്കിൽ പറയാം, മുവല്ലിഫുൻ ഫീ ശരിക്കത്തി ആരാംകോ, അല്ലെങ്കിൽ മുവല്ലിഫുൻ ഫീ ശരിക്കത്തി അദ്നോക്ക്, അങ്ങനെയൊക്കെ പറയാം. ഞാൻ ആരാംകോയിൽ എംപ്ലോയി ആണ്, ആരാംകോ കമ്പനിയിലെ എംപ്ലോയി ആണ്, അല്ലെങ്കിൽ അഡ്നോക്ക് കമ്പനിയിലെ എംപ്ലോയി ആണ്, അങ്ങനെ പറയാം. അപ്പോൾ ത്വാലിബുൻ, അല്ലെങ്കിൽ മുഅല്ലിമുൻ, ത്വബീബുൻ, ത്വബീബത്തുൻ ഇങ്ങനെ പറയാം. അല്ലെങ്കിൽ മുവല്ലിഫുൻ അങ്ങനെ പറയാം. അല്ലെങ്കിൽ ഇങ്ങനെയൊക്കെ പറയാം, മുദീറു അമാൽ, ഞാൻ ബിസിനസ് മാനേജറാണ്, അല്ലെങ്കിൽ ഞാൻ അക്കൗണ്ടൻ്റ് ആണ് എന്നുള്ളത് മുഹാസിബുൻ, മുഹാസിബുൻ. ഇനി നമുക്ക് കുറച്ച് ഒക്കുപേഷൻസ് പദങ്ങൾ പഠിക്കാം. ഒരുപാട് ഒക്കുപേഷൻസ് ഉണ്ട്, അതിൽ മേജറായിട്ടുള്ള കുറച്ച് ഒക്കുപേഷൻസ് ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ടീച്ചർ എന്നുള്ളതിന് മുദർരിസ് എന്ന് പറയും. ഇപ്പോൾ ഫീമെയിൽ ആണെങ്കിൽ രണ്ടും ഇവിടെ കൊടുക്കുന്നുണ്ട്, മുദർരിസ്, മുദർരിസ. ഡോക്ടർ ആണെങ്കിൽ ദക്തൂർ എന്ന് പറയും, ദക്തൂറ, അല്ലെങ്കിൽ ത്വബീബ്, ത്വബീബ. എഞ്ചിനീയർക്ക് മുഹന്ദിസ്, മുഹന്ദിസ. നഴ്സിന് മുമർറിള. അതുപോലെ ലോയർക്ക് മുഹാമിൻ എന്നാണ് പറയുക, മുഹാമിൻ, മുഹാമിയ. ഇനി ഡ്രൈവർ ആണെങ്കിൽ സായിഖ ഇങ്ങനെ പറയും. ഇനി ഒരു കവിയാണ് നിങ്ങളെങ്കിൽ ഷായിർ എന്ന് പറയും, ഷായിറ. ട്രാൻസ്ലേറ്റർ ആണെങ്കിൽ മുത്തർജിമ. ഫാമർക്ക് ഫല്ലാഹ. മെക്കാനിക് ആണെങ്കിൽ മീക്കാനിക്കിയ. ടൈലർ ആണെങ്കിൽ ഖയ്യാത്ത. ഇലക്ട്രീഷ്യൻ ആണെങ്കിൽ കഹ്റുബായിയ. എന്ന് പറഞ്ഞാൽ ഇലക്ട്രിസിറ്റിക്കാണ് പറയുക, കഹ്റുബാ, അതിൽ നിന്ന് വന്നതാണ് കഹ്റുബായി. ഇനി ക്ലീനിങ് ജോലിക്കാരനാണെങ്കിൽ ആമിലു നല്ലാഫ എന്ന് പറയും, പെണ്ണാണെങ്കിൽ ആമിലത്തു നല്ലാഫ. ഫോട്ടോഗ്രാഫർക്ക് മുസവ്വിറ. ഡിസൈനർ മുസമ്മിമ. യുസമ്മിമു. മുസവ്വിറ എന്നുള്ളത് സവ്വറ യുസവ്വിറു, അതിൽ നിന്ന് വന്നതാണ്. ഇനി ആർക്കിടെക്റ്റ് ആണെങ്കിൽ മുഹന്ദിസു മെഅമാരി എന്ന് പറയും, മുഹന്ദിസത്തു മെഅമാരിയ. പിന്നെ സയൻറ്റിസ്റ്റ് ആണെങ്കിൽ ആലിമ. ബിസിനസ് മാൻ ആണെങ്കിൽ റജുലു അമാൽ, സയ്യിദത്തു അമാൽ എന്നാണ് ബിസിനസ് വുമൺക്ക് പറയാം. ഇനി ബാങ്കിങ് ജോലിക്കാരനാണ്, ബാങ്കറാണ്, മസ്റഫി എന്ന് പറയും, മസ്റഫിയ. അക്കൗണ്ടൻ്റ് ആണെങ്കിൽ മുഹാസിബ. കാഷ്യർ ആണെങ്കിൽ അമീനത്തു സുന്ദൂഖ്. ഇനി ഫ്ലൈറ്റ് അറ്റൻഡൻ്റ് ആണെങ്കിൽ മുല്ലയ്യിഫ. ലൈബ്രറിയൻ ആണെങ്കിൽ അമീനത്തു മക്തബ. IT സ്പെഷ്യലിസ്റ്റ് ആണെങ്കിൽ, സ്പെഷ്യലിസ്റ്റ് എന്നുള്ളതിന് അഖ്സ്വായി എന്നാണ് പറയുക. അപ്പോൾ അഖ്സ്വായിയത്തു ടെക്നോളജിയ, IT സ്പെഷ്യലിസ്റ്റ്. ഇനി ഫാർമസിസ്റ്റ് ആണെങ്കിൽ ഫാർമസിക്ക് സ്വൈദലിയത്ത് എന്നാണ് പറയുക. അപ്പോൾ ഫാർമസിസ്റ്റിക്ക് സ്വൈദലാനിയ പെണ്ണിന്. ഡെൻറ്റിസ്റ്റ് ആണെങ്കിൽ തൊബീബത്തു അസ്നാൻ. ഇനി വെറ്ററിനറിയൻ ആണെങ്കിൽ, മൃഗ ഡോക്ടർ ആണെങ്കിൽ തൊബീബത്തു ബൈത്വരിയ. ബാർബർ ആണെങ്കിൽ ഹല്ലാക്ക. ബ്യൂട്ടീഷ്യൻക്ക് ഖബീർ സ്പെഷ്യലിസ്റ്റിനാണ് ഖബീർ എന്ന് പറയാം, നല്ല അറിവുള്ള എക്സ്പേർട്ടിനാണ് ഖബീർ എന്ന് പറയാം. അപ്പോൾ ഖബീറു തജ്മീൽ, യുജമ്മിലു തജ്മീൽ, ബ്യൂട്ടീഷ്യൻ പെണ്ണാണെങ്കിൽ ഖബീറത്തു തജ്മീൽ. ഇനി ബുച്ചർ ആണെങ്കിൽ ജസാറ.
ഇനി റിയൽ എസ്റ്റേറ്റ് ഏജൻറ്റ്, അതായത് ബ്രോക്കറിന് സിംസാർ എന്നാണ് പറയുക. സിംസാറ. അതുപോലെ ഫിഷർമാൻ, മീൻപിടുത്തക്കാരനാണെങ്കിൽ സൊയ്യാദ. അതുപോലെ ഇനി സെക്യൂരിറ്റി ഗാർഡ് ആണെങ്കിൽ ഹാരിസു അമ്ന് എന്ന് പറയും. ഹാരിസത്തു അമ്ന്. ഡെലിവറി പേഴ്സൺ ആണെങ്കിൽ ആമിലു തൗസീൽ, വസ്വല യുവസ്സിലു തൗസീലാണ്. ഡെലിവറി ചെയ്യാന്നുള്ളതിനാണ് വസ്വല എന്ന് പറയുക. ആമിലു തൗസീൽ, ആമിലത്തു തൗസീൽ. ഇനി കോൾ സെൻറ്റർ ഏജൻ്റ് ആണെങ്കിൽ മുവല്ലിഫത്തു ഇത്തിസാലാത്ത്. ഇനി കോച്ച് അല്ലെങ്കിൽ ട്രെയിനറൊക്കെ ആണെങ്കിൽ മുദരിബ. പോലീസ് ഓഫീസർക്ക് ഷുർത്തിയ. അതുപോലെ പൈലറ്റ് തൊയ്യാറ. സോൾജിയർ പട്ടാളക്കാരനാണെങ്കിൽ ജുന്ദിയ. ഇനി കാർപ്പൻ്റർ അതായത് ആശാരി നജ്ജാറ. പ്ലംബർ ആണെങ്കിൽ സബ്ബാക്ക. ഷെഫ് ആണെങ്കിൽ തോഹിയ. ഇനി വെയിറ്റർക്ക് നാദിൽ എന്നാണ് പറയുന്നത്. നാദില. ആർട്ടിസ്റ്റ് ഫന്നാന. ആക്ടർ മുമസ്സില. സിംഗർ മുഗന്നിയ. ജേർണലിസ്റ്റ് സ്വഹ്ഫിയ. റൈറ്റർ കാത്തിബ. ഇനി ജോലിയെക്കുറിച്ച് ചോദിക്കുമ്പോൾ അയാൾക്ക് ജോലി ഇല്ല, അങ്ങനെയാണെങ്കിൽ എന്താ പറയുക? അനല അമൽ, ഐ ഡോണ്ട് വർക്ക്, ഞാൻ വർക്ക് ചെയ്യുന്നില്ല, അനല അമൽ എന്ന് പറയും. ഇനി ജോലി നോക്കുകയാണ്, ജോലി തപ്പിക്കൊണ്ടിരിക്കുകയാണ്, ഇങ്ങനത്തെ ആൾക്കാരെങ്കിൽ എങ്ങനെ പറയും? അന അബ്ഹസു അൻ അമലിൻ. ബഹസ അൻ ആണ് ഉപയോഗിക്കുക. അബ്ഹസു അൻ അമലിൻ. ഹിയ തബ്ഹസു അൻ അമലിൻ. അവൾ ഷീ ഈസ് ലുക്കിംഗ് ഫോർ എ ജോബ്. ഇനി ഞാനൊരു ഹോസ്പിറ്റലിലാണ് വർക്ക് ചെയ്യുന്നതെങ്കിൽ അന അമലു ഫിൽ മുസ്തഷ്ഫ. ഇനി ഞാനൊരു പ്രൈവറ്റ് കമ്പനിയിലാണ്. പ്രൈവറ്റ് എന്നുള്ളതിന് ഹാസത്ത് എന്നാണ് പറയുക. കമ്പനി എന്നുള്ളതിന് ശരിക്കത്ത്. അപ്പോൾ അന അമലു അല്ലെങ്കിൽ അമലു ഫി ശരിക്കത്തിൻ ഹാസ്വ. ഇനി ഞാൻ ഗവൺമെൻറ്റിലാണ് വർക്ക് ചെയ്യുന്നതെങ്കിൽ അമലു ഫിൽ ഹുക്കൂമത്ത് എന്ന് പറഞ്ഞാൽ ഗവൺമെൻറ് എന്നർത്ഥം. ഇനി ഒരു ഷോപ്പിലാണ് ഞാൻ വർക്ക് ചെയ്യുന്നത്, അമലു ഫി മത്ജർ. ഇനി അവൾ ഷോപ്പിലാണ് വർക്ക് ചെയ്യുന്നതെങ്കിലോ തഅമലു ഫി മത്ജർ അങ്ങനെ പറയും. ഇനി അവനൊരു ഓഫീസിലാണ് വർക്ക് ചെയ്യുന്നത്, ഹുവ യഅമലു ഫി മക്തബ്. ഇനി അവളൊരു സ്കൂളിലാണ് വർക്ക് ചെയ്യുന്നത്, ഹിയ തഅമലു ഫി മദ്രസ. വളരെ സിമ്പിളായിട്ട് പഠിക്കാം. മുഅന്നസ ആവുമ്പോൾ അതിൻ്റെ രൂപത്തിലുള്ള ലമീറുകളും മുദക്കർ ആവുമ്പോൾ അതിന് അനുസരിച്ചുള്ള ലമീറുകളൊക്കെ യൂസ് ചെയ്തുകൊണ്ട് പ്രാക്ടീസ് ചെയ്യാം. പിന്നെ സെൽഫ് ഇൻട്രൊഡക്ഷൻ നടത്തുമ്പോൾ പലതും എക്സ്ട്രാ ആഡ് ചെയ്ത് പറയാറുണ്ട്. അതാണ് ഇവിടെ കൊടുക്കുന്നത്. അപ്പോൾ ഞാൻ മാരീഡാണ് ഇങ്ങനെ പറയും ചിലപ്പോൾ, അന മുത്തസവ്വിജുൻ. ഇനി ഞാൻ മാരീഡ് അല്ല എന്നാണെങ്കിൽ അന ഗൈറു മുത്തസവ്വിജുൻ. ഇനി എനിക്ക് യാത്ര ഇഷ്ടമാണ് അങ്ങനെ പറയുകയാണെങ്കിൽ അന ഒഹിബു സഫർ അല്ലെങ്കിൽ ഒഹിബു സഫർ. അന നിർബന്ധമൊന്നുമില്ല. ഇനി ഞാൻ കുറച്ച് അറബി സംസാരിക്കും, അന അത്തഹദ്ദസു സംസാരിക്കുക എന്നുള്ളത്. അത്തഹദ്ദസുൽ അറബിയത്തെ ഖലീലൻ, ഞാൻ കുറച്ച് അറബി സംസാരിക്കും. ഇനി ഞാൻ ഈ സ്ഥലത്ത് പുതിയ ആളാണ്, അന ജദീദും ഫി ഹാദൽ മക്കാൻ, ഐ ആം ന്യൂ ടു ദിസ് പ്ലേസ്. ഞാൻ ഈ സ്ഥലത്ത് പുതിയ ആളാണ്. ഇനി ഞാൻ ദുബായിൽ ജീവിച്ചുകൊണ്ടിരിക്കും. കഴിഞ്ഞ 5 വർഷമായിട്ട് ഞാൻ ദുബായിൽ താമസിച്ചുകൊണ്ടിരിക്കുകയാണ്. അന ആയിഷു ഫി ദുബൈ മുന്തു ഖംസ സനവാത്തിൻ. കണ്ടില്ലേ? മുന്തു 4 എന്നുള്ള അർത്ഥമാണ്, വർഷമായി എന്ന് പറയാൻ വേണ്ടിയിട്ട് മുന്തു. ഇനി ഞാൻ അറബി പഠിച്ചുകൊണ്ടിരിക്കുകയാണ്, അന അതഅല്ലമുൽ ലുഗത്തൽ അറബിയ്യ. ഇനി മറ്റൊന്ന്, ഞാൻ ഭാഷകൾ പഠിക്കാൻ ഇഷ്ടപ്പെടുന്നു, അന ഉഹിബ്ബു തഅല്ലുമൽ ലുഗാത്ത്. ലുഗത്തിൻ്റെ ജംആണ് ലുഗാത്ത്. ഇനി നിങ്ങളെ കണ്ടതിൽ സന്തോഷമുണ്ട്, അങ്ങനെ പറയുകയാണെങ്കിൽ അന സഈദും ബി മുഖാബലത്തിക്, ഐ ആം വെരി ഹാപ്പി ടു മീറ്റ് യു അല്ലെങ്കിൽ ഐ ആം വെരി ഹാപ്പി ടു സീ യു എന്നൊക്കെ പറയും. അന സഈദ് എന്ന് പറഞ്ഞാൽ ഹാപ്പി എന്നാണ് അർത്ഥം. വിജയ് എന്നുള്ള അർത്ഥം വേറെ ഉണ്ട്. ഐ ആം വെരി ഹാപ്പി അല്ലെങ്കിൽ ഐ ആം ഹാപ്പി ടു മീറ്റ് യു. അപ്പോൾ ഈ ചാപ്റ്ററിൽ നമ്മൾ എങ്ങനെയാണ് സെൽഫായിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നതും അതുപോലെ ഒക്കുപേഷൻസ് എന്തൊക്കെയാണെന്നൊക്കെ നമ്മൾ വിശദമായിട്ട് പഠിക്കുകയുണ്ടായി. നിങ്ങളിതൊന്ന് പ്രാക്ടീസ് ചെയ്യുക. പ്രാക്ടീസ് ചെയ്യുമ്പോൾ കൊടുക്കാനുള്ള ഒരു സാമ്പിളാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. അന അഹമ്മദ് ഉംരി 13 സന അന മിൻ മിസ്ർ വഅമലു ഫി ശരിക്കത്തിൻ ഖാസത്തിൻ കമുഹാസിബിൻ എന്ന് പറഞ്ഞാൽ മുഹാസിബായിട്ട് എന്ന് പറഞ്ഞാൽ അക്കൗണ്ടൻ്റ് ആയിട്ട് എന്നാണ് അർത്ഥം. അന ഉഹിബ്ബു ഖുറത്തൽ ഖദം വസ്സഫർ അന അതഅല്ലമുൽ ലുഗത്തൽ അറബിയ വഅതഹദ്ദസുഹാ ഖലീലൻ. ഇതൊരു സാമ്പിളാണ്. ഇതുപോലെ നിങ്ങളും പ്രാക്ടീസ് ചെയ്തുകൊണ്ട് പഠിക്കാം. താങ്ക് യു.